ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രയെ കാണാൻ വേണ്ടി റൂബി സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലാണ്. അപ്പോൾ സിദ്ധുവുമായിട്ട് ചന്ദ്ര സംസാരിക്കുകയാണ്. അപ്പോൾ സിദ്ധു പരിഹസിച്ചുകൊണ്ട് റൂബിയോട് പറയാണ്, നിങ്ങളെ പോലെയുള്ള കൂട്ടുകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഓഫീസർമാർക്ക് ഇങ്ങനെയൊക്കെ ഒരു സസ്പെൻഷൻ കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ദേവിക കൊടുത്ത പരാതിയുടെ പുറത്താണ് നിനക്ക് സസ്പെൻഷൻ കിട്ടിയത് എന്നുള്ളത് അറിയാം. അതെന്തായാലും നന്നായി. കേട്ടും കൊണ്ടാണ് ചന്ദ്ര വരുന്നത്. അപ്പോൾ കളിയൊക്കൊന്നും വേണ്ട, യൂണിഫോം ഉള്ള റൂബിയേക്കാളും എന്തുകൊണ്ടും പവർഫുൾ ആണ് യൂണിഫോം ഇല്ലാത്ത റൂബി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വഴിയെ മനസ്സിലായിക്കോളും എന്ന് പറയുമ്പോൾ സിദ്ധു അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് പറയണേ, അതിന് യൂണിഫോം തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരത് അന്വേഷിച്ചാൽ അതിൽ കഴമ്പുണ്ട് എന്ന് അറിഞ്ഞാൽ പിന്നെ സസ്പെൻഷൻ ഡിസ്മിസ് ആവും എന്ന് പറയുമ്പോൾ റൂബി പറയണേ, ആ പേടിയൊന്നും എനിക്കില്ല വക്കീലെ, എൻ്റെ തൊപ്പി ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും എന്ന് പറയുമ്പോൾ സിദ്ധു പറയണ, നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് റൂബി ചന്ദ്രയോട് പറയണേ, നിന്റെ ഭർത്താവും അവൻ്റെ കാമുകിയും കൂടിയാണ് എനിക്ക് ഈ പണി തന്നത് എന്നുള്ളത് ഉറപ്പാണ്. അവൾക്കുള്ള ഡ്രാഫ്റ്റ് അയച്ചു കൊടുത്തതും നിന്റെ ഭർത്താവാണെന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ പല സഹായങ്ങളും ചെയ്തു തന്നു. ഇപ്പോൾ എനിക്ക് ഈ അവസ്ഥയുമായി. എന്നെ സഹായിക്കാൻ ഇനി നിന്നെ കൊണ്ടേ കഴിയൂ. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിന്നെ കൊണ്ട് മാത്രമാണ് ഇനി പറ്റൂ. അപ്പോൾ ചന്ദ്ര പറയണ, അത് ഞാൻ ഏറ്റു. എനിക്കറിയാം അവരെ എന്ത് ചെയ്യണമെന്നുള്ളത്. നിന്നോടിങ്ങനെ ചെയ്തതിന് ഞാൻ അവരെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. പിന്നീട് ദേവിക പുറത്തു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി അവിടേക്ക് വരികയാണ്. എന്നിട്ട് പറയണേ, നീ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത്? എനിക്ക് ഒരു കാര്യമുണ്ട്, ഞാൻ പുറത്തൊന്ന് പോവുകയാണെന്ന് പറയുമ്പോൾ, ഇല്ല, നീ ഇവിടെ നിന്നും എവിടേക്കും പോവില്ല. നീ ഇപ്പോൾ സ്വയം പറയുന്നുണ്ടല്ലോ സുധിയുടെ വിധവയാണെന്ന്. അപ്പോൾ ഈ വീട്ടിലുള്ളവർ പറയുന്നത് നീ കേട്ടേ മതിയാവും. നിന്നെ ഇപ്പോൾ എവിടേക്കും വിടുന്നില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി വാശി പിടിക്കാൻ കേട്ടോ. അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഇത് കേട്ടും കൊണ്ട് മനോഹരം വരുന്നത്. എന്താണ് അമ്മേ ഇവിടെ ഒരു പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നവുമില്ല, നീ ഇതിൽ തലയിടണ്ട. അപ്പോൾ ദേവിക പറയണ, അച്ഛാ എനിക്കൊന്ന് പുറത്തു പോകണം, പക്ഷേ മുത്തശ്ശി അതിന് പോവണ്ട എന്നാണ് പറയുന്നത്. അതിനെന്താ, നീ പോയിക്കോ. അമ്മ എന്തിനാണ് അതിന് തടസ്സം നിൽക്കുന്നത്? ദേവികയ്ക്ക് പോവാനുള്ള എല്ലാ അധികാരവും ഉണ്ടല്ലോ. അവൾ എവിടേക്കാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതിൻ്റെ ഉത്തരവാദിത്തം നമുക്കില്ലേ? അവൾ ഓരോ പ്രശ്നത്തിൽ പോയി ചാടിയിട്ടേ അത് ഇവിടെ പരിഹരിക്കാനുള്ള ആളുകളില്ല. അതുകൊണ്ട് ഇവൾ എവിടേക്കാണ് എന്തിനാണ് പോകുന്നത് എന്ന് നമുക്കറിയണം. അപ്പോൾ മനോഹരൻ, എനിക്കത് അറിയേണ്ട കാര്യമില്ല, കാരണം എനിക്ക് എൻ്റെ മോളെ അത്രയ്ക്ക് വിശ്വാസമാണ്. എന്നെ ആരും തടയാൻ പോകുന്നില്ല. നീ പോയിക്കോ മോളെ എന്ന് പറയുമ്പോൾ, ആടാ നീ തന്നെയാണ് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത്. അമ്മയ്ക്ക് ദേവികയോട് ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ദേവികയോട് ഓരോന്ന് പറയുന്നത്. അമ്മ ദേവിക മോളെ ഒന്ന് സ്നേഹിച്ചു നോക്ക്, അപ്പം മനസ്സിലാവും. നിന്നെ പോലെ എനിക്ക് ഇവളെ വാഴ്ത്തിപ്പാടേണ്ട ഒരു ആവശ്യവുമില്ല. നിനക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി കിട്ടുമ്പോൾ നീ പഠിച്ചോളും എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ നിന്ന് പോവാട്ടെ. അങ്ങനെ ദേവികയും പുറത്തേക്ക് പോവാണ്. പിന്നീട് ഇരുട്ടിൻ്റെയും പരുന്തിൻ്റെയും അടുത്തേക്ക് ശരവണൻ ചെല്ലുകയാണ്. എന്നിട്ട് എനിക്ക് നിരഞ്ജൻ സാറിനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ, എന്താണ് കാര്യം എന്ന് വെച്ചാൽ അത് ആദ്യം ഞങ്ങളോട് പറയണം, എന്നാലാണ് നിന്നെ ഞങ്ങൾ കാണാൻ സമ്മതിക്കൂ. എനിക്ക് നിരഞ്ജൻ സാറിനോടാണ് പറയാനുള്ളത്, അല്ലാതെ നിങ്ങളോടല്ല. എന്താണ് കാര്യം എന്ന് വെച്ചാൽ അത് ആദ്യം ഞങ്ങളോട് പറയണം, അല്ലാതെ നിരഞ്ജൻ ഡോക്ടറെ കാണാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ നിങ്ങളുടെ സഹായമില്ലാതെ ഞാൻ നിരഞ്ജൻ ഡോക്ടറെ കാണാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ശരവണൻ പോകുന്നത്. അപ്പോൾ ശരവണൻ ഇരുട്ടിനോടും പരുന്തിനോടും സംസാരിക്കുന്നതൊക്കെ ശരത്തിൻ്റെ ഒറ്റുകാരൻ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. പിന്നീട് ദേവിക റൂബിയെ കാണാൻ വേണ്ടി ചെല്ലാണ്. ഒരു ബൊക്കയുമായിട്ടാണ് ചെല്ലുന്നത്. എന്നിട്ട് പരിഹാസത്തോട് കൂടിയിട്ട് സംസാരിക്കുകയാണ് റൂബിയോട്, ഈ ബൊക്കെ അങ്ങ് വാങ്ങ് എന്ന് പറയുമ്പോൾ അത് വാങ്ങാൻ കൂട്ടാക്കാതെയാണ് കേട്ടോ നിൽക്കുന്നത്. നീയാണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ളത് എനിക്കറിയാം. ഞാൻ സർവീസിൽ കയറി കഴിഞ്ഞാൽ നിനക്കുള്ളത് ഞാൻ തന്നോളാം എന്ന് പറഞ്ഞ് റൂബി ദേവികയെ വെല്ലുവിളിക്കുമ്പോൾ, നീ തരുന്നത് വാങ്ങാൻ ഞാൻ കയ്യും നീട്ടി നിൽക്കുകയൊന്നുമല്ലല്ലോ. കാലമൊക്കെ കഴിഞ്ഞു, ഇനി എൻ്റെ ഊഴമാണ്, ഞാൻ പലിശ സഹിതം തിരിച്ചു തരുന്നതാണെന്ന് പറയുമ്പോൾ റൂബി പറയണേ, എങ്കിൽ ഇപ്പം തന്നെ തന്നേക്ക് എന്ന് പറഞ്ഞ് ദേവികയുടെ അടുത്തേക്ക് അടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ദേവിക അങ്ങ് തടയാണ്. എന്നിട്ട് പറയണേ, പൊതുസ്ഥലമാണ്, ഇവിടെ വെച്ച് എന്തെങ്കിലും ഉണ്ടായാൽ അത് നിനക്കാണ് നാണക്കേട്, അല്ലാതെ എനിക്കല്ല. റൂബി പറയണേ, ആ നാണക്കേട് ഞാൻ അങ്ങ് സഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദേവികയുടെ കാരണം നോക്കി പൊട്ടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ദേവിക ആ കൈ അങ്ങ് തടയണം. ദേവിക റൂബിയുടെ കൈ പിടിച്ചതോടുകൂടി റൂബിക്ക് പിന്നെ കൈ അളക്കാൻ പോലും കഴിയുന്നില്ല. എന്നിട്ട് ദേവിക പറയണേ, നിനക്ക് പോലീസ് ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ എനിക്കതില്ല. പക്ഷെ സത്യം എൻ്റെ കൂടെയാണ്, ന്യായവും അതിൻ്റെ ബലത്തിലാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ പിടുത്തം ഒന്ന് വിടിയിക്കാൻ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, അപ്പോൾ അറിയാം ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ റൂബി പിടുത്തം വിടിയിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ റൂബിക്ക് കഴിയുന്നില്ല. അങ്ങനെ ദേവിക പിടുത്തം വിട്ട ശേഷം ദേവിക പറയാണ്, ഇനിയിപ്പോൾ നാണം കെടണ്ട, ഇനി ഇങ്ങനെയുള്ള സാഹസത്തിനൊന്നും
തുടരരുത്, വീണ്ടും സസ്പെൻഷൻ മാറി തിരിച്ചു കയറാനുള്ളതല്ലേ, അപ്പോൾ കള്ളന്മാരെയൊക്കെ ഇടിക്കാനുള്ള ആ ഒരു മനക്കരുത്തങ്ങ് ഇല്ലാതാവും. അതുകൊണ്ട് ഇനി മേലിൽ ഇങ്ങനത്തെയുള്ള നാണക്കേടിന് നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക പോവുകയാണ് കേട്ടോ. അങ്ങനെ ദേവിക പോയിട്ട് തിരിച്ച് വീണ്ടും വരികയാണ് റൂബിയുടെ അടുത്തേക്ക്. എന്നിട്ട് കയ്യിലുള്ള ആ ബൊക്ക കൊടുക്കുകയാണ്. സസ്പെൻഷൻ കിട്ടിയിട്ട് ആദ്യത്തെ ബഹുമതി കിട്ടുന്നത് നിനക്കായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയിട്ടാണ് അത് കൊടുക്കുന്നത്. അങ്ങനെ ദേവിക പോയി കഴിഞ്ഞ ശേഷം ആ ഒരു ബൊക്ക എടുത്ത് വലിച്ചെറിയുകയാണ്. എന്നിട്ട് ദേഷ്യത്തിലാണ് കേട്ടോ, ദേവികയോടുള്ള പകയോട് കൂടിയിട്ടാണ് റൂബി നിൽക്കുന്നത്. പിന്നീട് മുത്തശ്ശിയുടെ അടുത്തേക്ക് മുത്തശ്ശിയും പാർവതിയും കൂടി സംസാരിക്കുമ്പോൾ ശരത്ത് ഓടി വരികയാണ്. എന്നിട്ട് പറയണം, മുത്തശ്ശി ആ ദേവികയിടത്ത് വീണ്ടും അടുത്ത പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, ആ റൂബിയെ കണ്ട് തടഞ്ഞു എന്നൊക്കെയാണ് കേട്ടത്. അയ്യോ, അവൾ അതിനാണോ ഇവിടെ നിന്നും പോയത്? ഞാൻ അപ്പോഴേ ആ മനോഹരനോട് പറഞ്ഞതാണ് അവൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കൊണ്ടുവരുമെന്ന്. അപ്പോൾ മനോഹരൻ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഇനിയിപ്പോൾ അവർ സസ്പെൻഷനിലൊക്കെ തന്നെയാണ്, പക്ഷെ അവർ വീണ്ടും സർവീസിൽ കയറി കഴിഞ്ഞാൽ ഈ ദേഷ്യമൊക്കെ തീർക്കില്ലേ, അത് നമ്മളെ എല്ലാവരെയും ബാധിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ പാർവതി പറയണ, അവളുടെ അഹങ്കാരം ഞാൻ കാണിച്ചു കൊടുക്കാം, അവൾ ഇന്നിങ്ങോട്ട് വരട്ടെ എന്ന് പറയട്ടോ. അപ്പോൾ ശരത്ത് ഇങ്ങനെ എരിപിരി കയറ്റുകയാണ്. അവരുടെ വിചാരം ആരാണെന്നാണാവോ, അവരിപ്പോൾ ഈ നാട്ടിലുള്ളവരെയൊക്കെ നേരാക്കാൻ നടന്നിട്ട് റൂബിയെ നേരാക്കാൻ ദേവികേടത്തേക്ക് കഴിയുമോ, അവരെന്ത് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ എരിപിരി കയറ്റുകയാണ്. അപ്പോഴാണ് ശരത്തിൻ്റെ ഫോണിലേക്ക് ശരത്തിൻ്റെ ഒറ്റുകാരൻ ജമാൽ വിളിക്കുന്നത്. ശരവണൻ വന്ന കാര്യം പറയണേ, ഇരുട്ടിനെയും പരുന്തിനെയും കാണാൻ വന്നിരുന്നു, നിരഞ്ജൻ ഡോക്ടറെ അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ ശരത്തൊന്ന് ഞെട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ശരവണനെ ഒന്ന് നിരീക്ഷിക്കണം, കാരണം അവനെ ചില്ലറക്കാരനായി കാണരുത്, അവനെ ഒന്ന് സൂക്ഷിക്കണം, അവൻ ഒരിക്കലും നിരഞ്ജനെ കാണാൻ ഇടവരരുത്, അവനെ നീ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ശരത്ത് ഫോൺ വെക്കുന്നത്. പിന്നീട് ജയശങ്കറിൻ്റെ വീട്ടിലേക്ക് ശരവണൻ ചെല്ലുകയാണ്, നിരഞ്ജൻ ഡോക്ടറെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജയശങ്കർ പറയാണ്, നിരഞ്ജൻ ഇവിടെ ഇല്ല. അത് പറഞ്ഞപ്പോൾ ശരവണൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് നിരഞ്ജൻ ഡോക്ടറെ ഒന്ന് കണ്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ജയശങ്കർ ദേഷ്യത്തിൽ പറയണേ, നിന്നോടല്ലേ പറഞ്ഞത് നിരഞ്ജൻ ഇവിടെ ഇല്ല എന്ന്, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നിരഞ്ജൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ശരവണനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ശരവണൻ ജയശങ്കറിനെ ഒരു സംശയത്തോടെയാണ് നോക്കുന്നത്. നിരഞ്ജൻ ഡോക്ടർ അകത്തുണ്ടാവും, ഇയാൾ കാണാൻ സമ്മതിക്കാത്തതാണ് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ പോകുന്നത്. നിരഞ്ജൻ ഡോക്ടർക്ക് ഗുണമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് എന്ന് പറയുമ്പോഴും ജയശങ്കർ അതൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അപ്പച്ചി ഇത് കണ്ടും കൊണ്ട് വരികയാണ്. അപ്പോൾ കാഞ്ചന പറയണ, ആ പൊന്നുമണിയുടെ പുറകെ നടന്നവനല്ലേ ആ വന്നത്, എനിക്കൊന്നും അറിയില്ല, ആരുടെ കൂടെ നടന്നവനായാലും ശരി, അവനെ കണ്ടാൽ തന്നെ അറിയാം അവൻ ആൾ ശരിയല്ല എന്ന്. അങ്ങനെ ഏട്ടനെ എല്ലാവരെയും തിരിച്ചറിയാൻ കഴിയുമായിരുന്നെങ്കിൽ സ്വാമിയെയും തങ്കച്ചിയെയും എന്തുകൊണ്ട് ഏട്ടൻ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, സ്വാമി ഒരു പാവമാണ്, പക്ഷേ തങ്കച്ചിയുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റുപറ്റി, അത് ശരി തന്നെയാണ്. എന്തായാലും ശരവണൻ ഇവിടെ വന്ന കാര്യം നിരഞ്ജനെ അറിയിക്കേണ്ട എന്ന് കാഞ്ചനയോട് പറയാണ്. പിന്നീട് പണിക്കര് മനോഹരന്റെ വീട്ടിലേക്ക് എത്താണ്. എന്നിട്ട് പ്രശ്നം വെച്ച് നോക്കുകയാണ്. അപ്പോൾ പറയണ, ഇവിടെ അപമൃത്യു സംഭവിച്ചതായി കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പാർവതി പറയണ, അതെ മകനാണ്, കർമ്മങ്ങളെല്ലാം ചെയ്തതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആ അതെല്ലാം ചെയ്തതാണ്, നിബഞ്ജനം ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ അത് തന്നെയാണ് പ്രശ്നം, എത്രയും പെട്ടെന്ന് നിബഞ്ജനം ചെയ്യണം. മുത്തശ്ശി മനോഹരനോട് പറയണേ, എത്രയും പെട്ടെന്ന് മനോഹര നീ അത് ചെയ്യണം, ചെയ്തോളാം അമ്മേ എന്ന് പറയട്ടോ. അങ്ങനെ പാർവതി പറയണേ, എൻ്റെ മകളാണ് നിത്യ, ഇവളുടെ കൂടി ഒന്ന് നോക്കിയിട്ട് പറയുമോ? നിത്യയുടെ കാര്യം നോക്കുകയാണ്. അപ്പോൾ നിത്യയ്ക്ക് എത്രയും പെട്ടെന്ന് വിവാഹം നടക്കും, വേറെ ഒരു കുഴപ്പവും കാണുന്നില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണേ, ഇവിടെ സുധിയുടെ ഭാര്യയുണ്ട് ദേവിക, ആ കുട്ടിയുടെ കാര്യം കൂടി ഒന്ന് നോക്കിയിട്ട് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ പണിക്കര് പ്രശ്നം വെച്ച് നോക്കുകയാണ്. ദേവികയ്ക്ക് ദോഷമുണ്ട് എന്ന് പണിക്കര് പറയണ. അങ്ങനെ ഇനി വീട്ടിലെത്തിയ ദേവികയോട് പാർവതി പറയണ, പണിക്കര് വന്നിരുന്നു, അപ്പോൾ നിന്നെക്കുറിച്ച് പ്രശ്നം വെച്ച് നോക്കി, അപ്പോൾ നിനക്ക് ദോഷമുണ്ട് എന്നാണ് പറയുന്നത്, അത് പരിഹരിക്കാനുള്ള കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ദേവിക പറയാണ്, എൻ്റെ ദോഷങ്ങൾ ഞാൻ മരിച്ചാലാണ് മാറുകയുള്ളൂ അമ്മേ എന്ന് പറഞ്ഞ് എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും കേൾക്കാൻ നിൽക്കാതെ വിഷമത്തോടു കൂടിയിട്ടാണ് അകത്തേക്ക് പോകുന്നത്. പിന്നീട് നിരഞ്ജനോടും അക്ഷരയോടും കാഞ്ചന ശരവണൻ വന്ന കാര്യം സംസാരിക്കുകയാണ്. അപ്പോൾ ഇരുട്ടും പരുന്തും കൂടി നിരഞ്ജനോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടാവട്ടോ. അപ്പോൾ അക്ഷര പറയണേ, ഇനി പൊന്നുമണിയുടെ കാര്യം വല്ലൊന്ന് പറയാനാണോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും ആവില്ല,
മറ്റെന്തോ കാര്യമാണ് എന്നോട് പറയാനുള്ളത്. അതിനാണ് ശരവണൻ ഇവിടേക്ക് കൂടി വന്നിട്ടുള്ളത് എന്നൊക്കെ സംസാരിക്കാൻ കേട്ടോ. ഈ സമയം ജമാൽ ശരവണനെ നിരീക്ഷിച്ചിട്ട് ശരത്തിന് എല്ലാ കാര്യങ്ങളും അറിയിക്കുകയാണ്. അങ്ങനെ ശരവനെ ഫോണിൽ വിളിച്ച് ഇന്ന സ്ഥലത്തേക്ക് വരാൻ വേണ്ടി പറയട്ടോ. അങ്ങനെ ശരത്തിന് ഭീഷണിയായി നിൽക്കുന്ന ശരവണനെ ശരത്ത് ഇല്ലാതാക്കുകയാണ്. അയാളെനെയും കൊന്നുകളയുകയാണ് കേട്ടോ. എല്ലാ സത്യങ്ങളും അറിയാവുന്ന ശരവണൻ ഈ ഭൂമിയിൽ നിന്ന് പോയാലാണ് ഇനി എനിക്കെതിരെ ആരും ശബ്ദമുയർത്താതിരിക്കൂ എന്ന് മനസ്സിലാക്കിയ ശരത്ത് ശരവണനെയും കൊന്നുകളയുകയാണ്. എന്നിട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് പോയി ശരവണനെ കുഴിച്ചിടുകയാണ് കേട്ടോ. ഇനി അതാണ് ശരത്തിന് പാരയാവാൻ പോകുന്നത്.